ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ആദ്യം തന്നെ കട്ടാക്കി മസാല ഒക്കെ തേച്ച് കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടി യൂസ് ആക്കിക്കാണ്ട് നല്ലോണം ഒന്ന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ മസാല ഒക്കെ തേച്ച് കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ആദ്യം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതൊരു മിസ്റ്റേക്കാണ്. ഞാനത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണത്. അതിൻ്റെ മുമ്പേ അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതേ സെയിം പാനിൽ തന്നെ നമ്മൾ ഒരു 3 എഗ്ഗാണ് യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ നല്ലോണം സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കുറവും ഒക്കെ ഉണ്ടാവും. കാരണം ഞാൻ കയ്യിൽ വെച്ചിട്ടും പിന്നെ അതേപോലെ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് ചെരിഞ്ഞ് കാണും വീഡിയോക്ക് ഒരു ഉഷാറ് കുറവ്. പിന്നെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കണ്ട് പാനൊക്കെ നല്ലോണം ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഒനിയൻസും ഇടുന്നുണ്ട്. ഒനിയൻ ഞാൻ അങ്ങനെ യൂസ് ആക്കലില്ല. സ്പ്രിങ് ഒനിയൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഒനിയൻസ് യൂസ് ആക്കുന്നത്. ഒരു ചെറിയ ഒനിയൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നല്ലോണം ഒന്ന് ഒരു മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസ് ഫ്ലെയിം ഒന്ന് നല്ലോണം കൂട്ടിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ ഇതേപോലെ അയക്കാണ്ട് കിടക്കും. പിന്നെ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടി തീയൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ആരും അനുകരിക്കണ്ട കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യല്. അതേപോലെ നിങ്ങളൊന്നും ചെയ്യണം തന്നെ ഇല്ല. പിന്നെ എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ കാണിച്ച് തന്നെന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും ചിക്കനൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ച റൈസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് പൊടിയാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്ത് കണ്ട് കുറച്ച് നേരം നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ റെഡിയാക്കിയ എല്ലാ റൈസും ഇതേപോലെ പോട്ടിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.